നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ രാവിലെയാണ് കറി തയ്യാറാക്കുന്നത്. ഈ കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 വെളുത്തുള്ളി അല്ലി ചതച്ചതും 2 പച്ചമുളക് നടുകെ കീറിയിട്ട് 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഗ്രീൻ പീസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഗ്രീൻ പീസിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4-5 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രാഹ്മിൺസിൻ്റെ റാഗി പുട്ടുപൊടിയാണ്. ആവശ്യമുള്ള പുട്ടുപൊടി നമുക്ക് എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അല്പം വീതം വെള്ളം തളിച്ചു കൊടുത്ത് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. അല്പം വീതം കയ്യിൽ ഇതുപോലെ ഒഴിച്ചിട്ട് തളിച്ചു കൊടുത്തിട്ട് വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാടങ്ങ് നനഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം അല്പാൽപമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് പാകത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് മാറ്റി വെച്ചതാണ്. ചിലപ്പോൾ ഇതല്പം കൂടി ഡ്രൈ ആയിട്ടുണ്ടാവും. അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഇതിലേക്കൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ പാകം. അപ്പോൾ പാകത്തിന് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ട് തയ്യാറാക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത്. നമ്മൾ ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്ന പാത്രത്തിൽ വയ്ക്കുന്നത് പോലെ തന്നെ ചെറിയ പുട്ടായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആവശ്യമുള്ള പുട്ട് 2-3 എണ്ണം ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ ബൗളിൽ നിറയെ പുട്ടുപൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും ഇതുപോലെ അല്പം തേങ്ങയും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കൊന്ന് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പ്ലേറ്റിൽ കൊള്ളുന്ന 3-4 നമ്മൾ എത്രയാണോ വെക്കുന്നത് അതനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയിട്ട് ഒരുമിച്ച് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് തയ്യാറായി കിട്ടും. കറിയിലേക്ക് ചേർക്കാനുള്ള പൊടികൾ നമുക്ക് എടുത്ത് വയ്ക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഈ 3 മസാലകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ 3-4 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 5 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിരുന്നു. ഇത്രയും നിങ്ങൾക്ക് വേകണ്ടെന്നുണ്ടെങ്കിൽ 4 വിസിൽ വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് വീഡിയോയിൽ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് മൺചട്ടിയിലേക്ക് കറിയൊന്ന് മാറ്റുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് കറി ഒരുപാട് നേരം തിളയ്ക്കരുത്. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ നിന്ന് ഇത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ചുവന്നുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. പൊടികൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടികളുടെ റോ ടേസ്റ്റ് മാറിക്കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്ത് കൊടുത്ത്
നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ചേർത്തിരുന്ന ഉപ്പ് അതിന് പാകമായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസിൻ്റെ കറി ആയതുകൊണ്ട് തന്നെ അത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. അങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഇനി കറിയിലേക്ക് ചേർക്കരുത്. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ കറിയിലേക്ക് ഒരു അല്പം പുളിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരുപാട് ചേർക്കരുത്, അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല കറിയാണ്. നല്ലൊരു കോമ്പിനേഷനുമാണ് പുട്ടിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്ക് ഈ കറി സർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. പുട്ട് തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പുട്ടല്ലെങ്കിൽ അപ്പം ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറിയും തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്ന് തയ്യാറാക്കിയ ഗ്രീൻ പീസിൻ്റെ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പറയണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.